എല്ലാവർക്കും ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 3 അധ്യായം അതിൻ്റെ 16 വാക്യങ്ങൾ. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം നമ്മളോട് പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുക. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നുള്ള സത്യത്തെ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? നമുക്കറിയാം, ബൈബിൾ എടുത്ത് പഠിച്ചാൽ ബൈബിളിലെ ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തി മുതൽ ബൈബിളിലെ അവസാനത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം വരെയുള്ള അനേക വേദഭാഗങ്ങൾ എടുക്കുകയാണെങ്കിൽ ആലയത്തെ സംബന്ധിച്ച്, മന്ദിരത്തെ സംബന്ധിച്ച് അനേക കാര്യങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് കാണാം. അതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്ന അനേക വചനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആലയത്തെ സമീപിക്കുന്നത് ഒരു വീടിനെ സമീപിക്കുന്ന രീതിയിലല്ല, വീട്ടിൽ സംസാരിക്കുന്ന രീതിയല്ല, വീട്ടിൽ ഇടപെടുന്ന രീതിയല്ല ആലയത്തിൽ നമ്മൾ ചെയ്യുന്നത്. ആലയം ആരാധനയുടെ ഇടമാണ്, പ്രാർത്ഥനയുടെ ഇടമാണ്, ആത്മീക കാര്യങ്ങളുടെ ഇടമാണ്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ നമ്മളിലേക്ക് ഈ വചനത്തിൻ്റെ ഒരു വെളിച്ചത്തെ പരിശുദ്ധാത്മാവിൽ കൈമാറുകയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്, നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആലയം എങ്കിൽ നമ്മളും ദൈവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടവർ തന്നെയാണെന്ന് ഈ വചനം വിളിച്ചു പറയുന്നു. അതിൻ്റെ 17 വാക്യം ഇങ്ങനെ പറയുന്നു: ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ഈ ഭാഗമെടുത്ത് ചിന്തിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 21 അധ്യായം അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം, യേശു യെരുശലേം ദേവാലയത്തിൽ പെരുന്നാളിനോടനുബന്ധിച്ച് ചെല്ലുമ്പോൾ ദേവാലയത്തിൽ ചെന്ന് ദൈവാലയത്തിൽ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും എല്ലാം പുറത്താക്കി പൊൻവാണിഭക്കാരുടെ മേശകളെയൊക്കെയും പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചു കളഞ്ഞ് അവരോട്, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുന്നു എന്ന് പറഞ്ഞു. യേശു കർത്താവ് ആലയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നൊരു ഭാഗമാണ്. ഇതറിയപ്പെടേണ്ടത് പ്രാർത്ഥനാലയമെന്നാണ്. കച്ചവടക്കാരും പൊൻ നാണ്യങ്ങൾ വിൽക്കുന്നവരുടെയും ഇടമല്ല, കള്ളന്മാരുടെ ഗുഹയല്ല. എന്നാൽ ഇത് യെരുശലേം ദേവാലയത്തെക്കുറിച്ച് മാത്രമുള്ള ഒരു സംഗതിയായിട്ടല്ല ഇതിനെ കാണണ്ടേ. പൗലോസ് അപ്പോസ്തലൻ വെളിപ്പാടിൽ നമ്മളോട് ഇത് വിളിച്ചു പറയുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിട്ടുണ്ടോ? അമിതമായുള്ള പണത്തോടുള്ള ആർത്തി, ദൈവഹിതമല്ലാത്ത പല നിലകളിലുള്ള ചിന്തകൾ, പ്രവൃത്തികൾ, വിചാരങ്ങൾ, ഇതൊക്കെയും നമ്മളാകുന്ന മന്ദിരത്തെ ഒരു കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുന്നുണ്ടോ? ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ കടന്നു ചെല്ലേണ്ട സമയങ്ങളാണ്. കർത്താവെ, ഞാൻ അറിഞ്ഞില്ല, ഞാൻ മനസ്സിലാക്കിയില്ല, എൻ്റെ ശരീരം അങ്ങയുടെ ആത്മാവ് വസിക്കുന്ന ആലയമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്ന് വചനം പറയുമ്പോൾ ഇന്ന് ശാരീരികമായി രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് ഈ വചനം വിടുതലാവും. ദൈവം തൻ്റെ മന്ദിരത്തെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ രോഗികളായി തീരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അവൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നുമിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണെന്ന്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുവെന്നുള്ള തിരിച്ചറിവിൽ മുന്നോട്ട് പോകാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.